കേരളയിൽ പകരമായിട്ട് മുമ്പോട്ട് വെച്ചിരുന്ന എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ മുമ്പോട്ട് തള്ളിയിരുന്ന അല്ലെങ്കിൽ സതേൺ റെയിൽവേ മുമ്പോട്ട് വെച്ചിരുന്ന മൂന്നാമത്തെ പാത എന്നുള്ള സാധനം ഒരു കാരണവശാലും യാഥാർത്ഥ്യമാകില്ല എന്ന് ജനറൽ മാനേജർ കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുകയാണ്. മലയാളികളുടെ സ്വപ്നവും കേരളത്തിൻ്റെ വികസനത്തിന് അത്യാവശ്യവുമാണ് തെക്ക് വടക്ക് അതിവേഗ റെയിൽപാത. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും യോജിച്ച് സംയുക്തമായി ഒരു കോർപ്പറേഷൻ രൂപീകരിക്കുന്നത്. അതിൻ്റെ പേരാണ് കെ-റെയിൽ കോർപ്പറേഷൻ. ആ കോർപ്പറേഷന്റെ കീഴിൽ കെ-റെയിൽ പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി തീരുമാനിച്ചു. കേന്ദ്ര മന്ത്രിസഭ അംഗീകാരവും നൽകി തത്വത്തിൽ. പിന്നീട് റെയിൽ പദ്ധതി ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോഴാണ് വലിയ സമരം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചത് പ്രതിപക്ഷം UDF. കെ-റെയിൽ വേണ്ട, അതിവേഗ പാത വേണ്ട, ഇതായിരുന്നു മുദ്രാവാക്യം. വലിയ സമരമായിരുന്നു. മാധ്യമങ്ങൾ വലിയ ആഘോഷത്തോടുകൂടി അതിന് വലിയ പ്രചാരം നൽകുകയും ചെയ്തു. ദിവസങ്ങളോളം അന്തിച്ചർച്ചകൾ നടക്കുകയും ചെയ്തു. അതിനിടയിലാണ് BJPയും സമരരംഗത്ത് ഇറങ്ങുന്നത്. അന്നത്തെ സമരത്തിൻ്റെ നേതാവ്, BJP നേതാവ് കേന്ദ്ര സഹമന്ത്രിയായ V. മുരളീധരനായിരുന്നു. കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്ര മന്ത്രിസഭ തത്വത്തിൽ അംഗീകരിച്ച പദ്ധതിക്ക് എതിരെ കേരളത്തിൽ സമരം ചെയ്തത് കേന്ദ്ര സഹമന്ത്രി തന്നെയാണ്. കേരളത്തിലെ BJP നേതൃത്വം ഒന്നിച്ച് സമരം ചെയ്തു. അവസാനം BJP നേതൃത്വം കേന്ദ്ര BJP നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി കെ-റെയിൽ പദ്ധതിക്ക് അനുമതി നൽകാതെയായി. അതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള MP-മാർ, കോൺഗ്രസ് MP-മാർ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ടു പറഞ്ഞു അനുവാദം നൽകരുത് എന്ന്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പദ്ധതിക്ക് അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെ കാണാൻ പോയതും നിവേദനം കൊടുത്തതും. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദമുണ്ടായിരുന്നു, എന്തുകൊണ്ട് കെ-റെയിൽ പദ്ധതി വേണ്ട എന്ന് വാദിക്കാൻ. നിലവിലുള്ള റെയിൽ സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി, പരിഷ്കാരങ്ങൾ നടത്തിയാൽ മതി. അതിലൊന്ന് വളവുകൾ തീർക്കണം എന്നതാണ്. വളവുകളെല്ലാം ഒഴിവാക്കി റെയിൽ പാത നേരെയാക്കണം. അതിനുള്ള ശ്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന BJP നേതാക്കൾ പറഞ്ഞത്. അതോടൊപ്പം സിഗ്നൽ സംവിധാനം പരിഷ്കരിക്കണം, അതിനുള്ള നടപടികളും ആരംഭിച്ചു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണോ അതിവേഗ റെയിൽ പാത കൊണ്ട് ലക്ഷ്യമിടുന്നത് അത് പ്രാവർത്തികമാക്കാൻ കഴിയും. പിന്നെ എന്തിനാണ് 1 ലക്ഷം കോടി രൂപയൊക്കെ ചെലവഴിക്കുന്നത് എന്ന ചോദ്യമാണ് അന്ന് ഉയർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോഴിതാ ഒരു കാര്യം വ്യക്തമായി. കേരളത്തിലെ MP-മാരുടെ യോഗം വിളിച്ചു ചേർത്തു റെയിൽവേ. കേരളത്തിലെ റെയിൽവേ വികസനത്തെക്കുറിച്ചാണ് ചർച്ച. ആ ചർച്ചയിൽ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഈ നിലവിലുള്ള റെയിൽ സംവിധാനത്തിൽ മാറ്റം വരുത്തി 180 കിലോമീറ്റർ സ്പീഡിലേക്ക് മാറ്റുക എന്നത് പ്രായോഗികമല്ല. അത് എക്കണോമിക്കലി വയബിൾ അല്ല എന്ന് വെച്ചാൽ സാമ്പത്തികമായി ഗുണം ചെയ്യില്ല, ലാഭകരമല്ല എന്ന്. മാറ്റാൻ കഴിയുന്നത് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള പാതയാണ്. അതാണ് ലാഭകരമല്ല എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മൂന്നാം പാത അത് ഒട്ടുമേ സാധിക്കില്ല, റെയിൽവേക്ക് അതിന് കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. യോഗത്തിന് ശേഷം ജോൺ ബ്രിട്ടാസ് MP-യാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. അത് നമുക്ക് കേൾക്കാം. വളരെ ആശങ്കയുയർത്തുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, സിൽവർ ലൈനിന് പകരമായിട്ട് റെയിൽവേ തന്നെ സ്വന്തമായിട്ട് മൂന്നാമത്തെ പാത ഉണ്ടാക്കും. എറണാകുളത്ത് നിന്ന് ഷൊർണൂറിലേക്കുള്ളൊരു പാത ഓൾറെഡി ആയിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് വളരെ കൃത്യമായി രേഖാമൂലവും അല്ലാതെയും ജനറൽ മാനേജർ പറഞ്ഞിരിക്കുന്നത്, അതായത് 2017-18 പിങ്ക് ബുക്കിൽ വന്ന, അതായത് ബജറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ആ പാതയുടെ സർവേ പോലും പൂർത്തിയായിട്ടില്ല, DPR പോലും പൂർത്തിയായിട്ടില്ല. അത് മാത്രമല്ല, ഒരു ഹൈസ്പീഡ് ലൈനിലേക്ക്, അതായത് 180 കിലോമീറ്റർ ലൈനിലേക്ക് അതിനെ മാറ്റണമെങ്കിൽ അത് ലാഭകരമല്ലാത്തൊരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്ന് പോലും പറഞ്ഞു. അതിനർത്ഥം കേരളം കഴിഞ്ഞ കുറേ കാലമായിട്ട് കെ-റെയിലിന് പകരമായിട്ട് മുമ്പോട്ട് വെച്ചിരുന്ന എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ മുമ്പോട്ട് തള്ളിയിരുന്ന അല്ലെങ്കിൽ സതേൺ റെയിൽവേ മുമ്പോട്ട് വെച്ചിരുന്ന മൂന്നാമത്തെ പാത എന്നുള്ള സാധനം ഒരു കാരണവശാലും യാഥാർത്ഥ്യമാകില്ല എന്ന് ജനറൽ മാനേജർ കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിൽ കാതലായിട്ടുള്ള ഒരു മാറ്റവും
അടുത്ത കാലത്തൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും കൂടി സ്പഷ്ടമായിരിക്കുന്നു. അതുപോലെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വളവ് നിവർത്തൽ കാര്യങ്ങളൊക്കെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ളത് വളരെ ദുഷ്കരമാണെന്നും അത് സാധ്യമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാതലായ പദ്ധതികളുടെ ഒരു കുറവ് വരും വർഷങ്ങളിലും അനുഭവിക്കാൻ പോവുകയാണ്. നോക്കൂ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അന്ന് വി മുരളീധരൻ പറഞ്ഞത് എന്തൊക്കെയാണ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ്. എന്ത് മണ്ടത്തരമാണ് ചെയ്യുന്നത്. നിലവിലുള്ള റെയിൽ സംവിധാനം മാറ്റിയാൽ പോരെ, മാറ്റാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് റെയിൽ പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അന്ന് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ എല്ലാം പരിഹരിക്കപ്പെടും. വന്ദേ ഭാരത് വന്നു, പരിഹരിച്ചോ? ട്രെയിൻ യാത്ര ചെയ്യുന്നവരോടാണ്, അവർക്ക് അനുഭവം ഉണ്ടാകുമല്ലോ. അവരോട് ചോദിച്ചു നോക്കൂ, ഒരു ടിക്കറ്റ് കിട്ടാൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് അതല്ലെങ്കിൽ കൊച്ചിയിലേക്ക് തിരിച്ച് ഇങ്ങോട്ടും ഒരു ടിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. ടിക്കറ്റ് ലഭിക്കാത്തത് കൊണ്ട് ബസ്സിൽ കയറിയൊക്കെ വരേണ്ടി വരുന്ന ആളുകളുടെ ദുരവസ്ഥയുണ്ട്. ദീർഘദൂര സർവീസ് കിട്ടിയില്ലെങ്കിൽ വഴിക്ക് വെച്ച് ഇറങ്ങി കയറി വരേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. വരാതിരിക്കാൻ കഴിയില്ലല്ലോ, അത്യാവശ്യമാണല്ലോ. അപ്പോൾ അവരോട് ചോദിച്ചാൽ മതി ഇന്നത്തെ റെയിൽ സംവിധാനത്തിൻ്റെ പോരായ്മകൾ. അതിന് ബദലായിരുന്നു സിൽവർ ലൈൻ, അതിനെയാണ് മുടക്കിയത്. അന്ന് പറഞ്ഞത് വന്ദേ ഭാരത് വന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെടും, പ്രശ്നം പരിഹരിച്ചില്ല, ഇപ്പോഴും ദുരിതം തുടരുകയാണ്. അപ്പോഴാണ് റെയിൽ സംവിധാനത്തിൽ മാറ്റം വരുത്തി, സിഗ്നൽ പരിഷ്കരിച്ച് വളവുകളൊക്കെ നിവർത്തി, ഹൈസ്പീഡ് റെയിൽ പറ്റിയില്ലെങ്കിലും ഒരു സെമി ഹൈസ്പീഡ് റെയിൽ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ കേന്ദ്രമന്ത്രിമാർ, റെയിൽവേ ഉദ്യോഗസ്ഥർ. അത് നടക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളോടാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് നടക്കില്ല എന്ന്. മൂന്നാം പാതയും നടക്കില്ല. അതോടൊപ്പം തന്നെ നിലവിലുള്ള റെയിൽ സംവിധാനത്തിൽ വലിയ പരിഷ്കാരം നടത്താൻ കഴിയില്ല. വളവുകൾ നിവർത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല, അതിന് ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വരും, അത് ലാഭകരമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആലോചിച്ച് നോക്കണം, അന്ന് ആ സിൽവർ ലൈൻ പദ്ധതി അതുപോലെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ സമരം ചെയ്തിരുന്നില്ല എങ്കിൽ, UDF സമരം ചെയ്തിരുന്നില്ല എങ്കിൽ, BJP അതിന് എതിരെ നിന്നില്ലായിരുന്നു എങ്കിൽ, ഇന്ന് അത് 50% പൂർത്തിയായേനെ നടപടിക്രമങ്ങൾ. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു പദ്ധതി നശിപ്പിച്ച് കളഞ്ഞ് അന്ന് റെയിൽവേ പറഞ്ഞ കാര്യങ്ങൾ, അന്ന് കോൺഗ്രസ് നേതാക്കളും BJP നേതാക്കളും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടക്കില്ല എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു എന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ കേരളത്തിലെ MPമാരെ അറിയിച്ചിരിക്കുന്നത്. അതൊരു പാഠമാണ് കേരളത്തിന്. ഈ BJPയും ഈ കോൺഗ്രസും UDFും കേരള വിരുദ്ധരായി മാറിയിട്ടില്ലേ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഇവർ മുഴുവൻ കേരള വിരുദ്ധരാണ്. ഇവർ കേരളത്തെ മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് മലയാളികൾക്ക്, കേരളീയർക്ക് ഒന്നുകൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം.